അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്നതിനിടെ പുതിയ രഹസ്യ ആയുധ ഭീഷണിയുമായി ഇറാൻ രംഗത്ത്. ശത്രുവിന് ഹൃദയസ്തംഭനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന ഒരു പരിഹാസ വാചകത്തോടു കൂടിയാണ് ഹൂട്ട് എന്ന അതിവേഗ അണ്ടർ വാട്ടർ ആയുധത്തെക്കുറിച്ചുള്ള സൂചനകൾ ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. യുദ്ധക്കപ്പലുകളെയും അന്തർവാഹിനികളെയും തകർക്കാൻ ശേഷിയുള്ള ഈ ആയുധം സാധാരണ ടോർപിഡോകളെക്കാൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുമെന്നതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വെള്ളത്തിനടിയിൽ സഞ്ചരിക്കുമ്പോൾ ജലത്തിന്റെ പ്രതിരോധം കുറയ്ക്കാൻ ആയുധത്തിന് ചുറ്റും വായു കുമിള സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നാവിക ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുന്ന പശ്ചാത്തലത്തിലുമാണ് ഇത്തരത്തിൽ ഇറാൻ നാവിക കമാൻഡർ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയുള്ള ഈ ആയുധം പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമായേക്കുമെന്ന ആശങ്ക ഉയർത്തുന്ന ഒന്നായി തന്നെ മാറുകയാണ്. സാധാരണ ടോർപിഡോകളെക്കാൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അണ്ടർ വാട്ടർ സൂപ്പർ പവറാണ് ഹൂട്ട് എന്ന് വിദഗ്ധരടക്കം വിലയിരുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വെള്ളത്തിനടിയിലൂടെ തന്നെ സഞ്ചരിക്കുമ്പോൾ ജലത്തിന്റെ പ്രതിരോധം കുറയ്ക്കുവാനായി തന്നെ ആയുധത്തിന് ചുറ്റും ഒരു വായു കുമിള സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇതിന് സാധിക്കും. മുൻപ് 2006 ഹൂട്ട് എന്ന പേരിൽ ഇറാൻ ഒരു സൂപ്പർ കണക്ടിവിറ്റി ടോർപിഡോ പരീക്ഷണം നടത്തിയിരുന്നു. ഇതിന്റെ കൂടുതൽ പരീക്ഷിച്ച രൂപമായിരിക്കാം ഇപ്പോൾ ഇറാൻ പുറത്തെടുക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ് കരുതപ്പെടുന്നത്. ലോകത്തിന്റെ ഇന്നേ വരെ തന്നെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വേഗതയേറിയ ആയുധമായി തന്നെയാണ് ഹൂട്ട് എന്നതിനെ ഇറാൻ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പേർഷ്യൻ ഭാഷയിൽ ഹൂട്ട് എന്ന വാക്കിന് അർത്ഥം വരുന്നത് തിമിംഗലം എന്നതാണ്. അതായത് ആ തിമിംഗലത്തിന്റെ രൂപത്തിലാണ് ഇത്തരത്തിലൊരു ആയുധം അവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യക്ക് ശേഷം സൂപ്പർ കണക്ടിംഗ് ആ ഒരു കാവിഗ്രേറ്റിംഗ് ടോർപിഡോ എന്നറിയപ്പെടുന്ന ആയുധം അത് കൈവശം വെച്ചിരിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇറാൻ. റഷ്യയുടെ സ്വന്തം പതിപ്പായ VA-111 അതിന് സമാനമായ രീതിയിലാണ് ഹൂട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പരമ്പരാഗത ടോർപിഡോകൾക്ക് മണിക്കൂറിൽ 60 മുതൽ 100 കിലോമീറ്റർ വേഗതയുണ്ട്. ഹൂട്ടിന് വെള്ളത്തിനടിയിൽ 360 കിലോമീറ്ററിലധികം തന്നെ വേഗത കൈവരിക്കാൻ കഴിയുമെന്നതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്നതിനിടെ തന്നെ പുതിയ രഹസ്യ ആയുധ ഭീഷണിയുമായി തന്നെ ഇറാൻ രംഗത്ത് വരുന്നത് ലോകത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുകയാണ്. ശത്രുവിന് ഹൃദയസ്തംഭനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന ഒരു പരിഹാസ വാചകം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാൻ നൽകുകയും വ്യക്തമായ ഒരു സൂചന നൽകുകയും ചെയ്തിരുന്നു. യുദ്ധക്കപ്പലുകളെയും അന്തർവാഹിനികളെയും തകർക്കാൻ ശേഷിയുള്ള ഈ ആയുധം സാധാരണ ടോർപിഡോകൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുമെന്നതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വെള്ളത്തിനടിയിൽ സഞ്ചരിക്കുമ്പോൾ ജലത്തിന്റെ പ്രതിരോധം കുറയ്ക്കാൻ ആയുധത്തിനു ചുറ്റും ഒരു വായു കുമിള സൃഷ്ടിക്കുന്ന ആ ഒരു വിദ്യ അത് പ്രയോഗിക്കുകയും നാവിക ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നീക്കം ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നത്. ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷി ഈ ആയുധത്തിനുണ്ട് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പറയുന്നത്. മാത്രമല്ല ഇതാകട്ടെ വലിയ രീതിയിൽ ഒരു ആശങ്ക ഇവിടെ ഉയർത്തുന്നതായി തന്നെ സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ ഇറാൻ പല രീതിയിലും അമേരിക്കക്കെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതായത് തങ്ങൾ ഇനി ഒരിക്കലും ക്ഷമിക്കില്ല, ഇത്തരത്തിൽ അമേരിക്ക അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അത് പിൻവലിക്കാതെ ഒരടി പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇത്തരത്തിൽ നാവിക ഉപരോധം അതും ഒരു യുദ്ധമായി തന്നെ തങ്ങൾ കണക്കാക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ ഇറാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല എത്രയൊക്കെ രീതിയിലാണെങ്കിൽ പോലും കപ്പൽ ഗതാഗതത്തിൽ പോലും വലിയ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. കാരണം മറ്റ് ചരക്കുകളൊന്നും തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നില്ല. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ആയതിനാൽ തന്നെ ഹോർമുസ് കടലിടുക്ക് ഉപേക്ഷിക്കാൻ പോലും പല കപ്പൽ കമ്പനികളെ പോലും നിർബന്ധിതരാക്കുന്ന ഒരു ഗതിയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആയതിനാൽ തന്നെ ഇറാൻ US സംഘർഷം അത് മറ്റൊരു ഗതിയിലൂടെ തന്നെ സഞ്ചരിച്ച് ഇതെല്ലാം തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടാനുള്ള ഒരു സ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്നതായിട്ടുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.